അന്റാർട്ടിക്കയിലെ എബി എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു 100 കഥകൾ പറയാനാണ്. എനിക്ക് പൊതുവായിട്ട് യൂത്തിനോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്ഡോറിലേക്ക് വരിക. ഇൻഡോറിനകത്തിരുന്ന് ഗെയിം കളിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. 15 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഗെയിമിൻ്റെ പുറകെയാണ്. ഈ പട്ടാള ക്യാമ്പിലുള്ള പട്ടാള ട്രെയിനിങ് അത് നമുക്ക് സിവിലിയൻസിന് കിട്ടുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം വരും. കാരണം അവർ നമ്മളെ മാക്സിമം ടോർച്ചർ ചെയ്യും. ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പേഷ്യൻസാണ്. അപകടത്തെ പെട്ട് കഴിഞ്ഞാൽ ആ സമയം നമ്മുടെ ഹാർട്ട് ബീറ്റ് അടിച്ച് നമ്മൾ ചാകാൻ പോകും നമ്മൾ വിചാരിക്കും. 1 മാസത്തെ ഭക്ഷണം, താമസം, എക്യുപ്മെൻറ്റ്സ്, എവറിത്തിങ് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുകയാണ്. നിങ്ങളൊന്ന് പോയി പഠിച്ചേച്ചാൽ മതി. വരുന്നതിന് 6 മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം അങ്ങനെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പുള്ളിക്കാരൻ 40 വയസ്സായി ഡോക്ടർ ജോലി മടുത്തു. പുള്ളിക്കാരൻ കാർപ്പൻറ്ററായിട്ടങ്ങ് നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഭ്രാന്ത് ഇവരെന്ത് വട്ടാന്ന് പറയുന്നില്ല. മൗണ്ടനറിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയിനായിട്ടും മൗണ്ടനറിങ് കോഴ്സുകളുണ്ട് ഇന്ത്യയിൽ. എവറസ്റ്റിലെ അനുഭവങ്ങൾ, അതുപോലെ കിളിമഞ്ചാരോയിലെ അനുഭവങ്ങൾ, അന്റാർട്ടിക്കയിൽ ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോൾ വ്യത്യസ്തമായ ടെറൈനുകളാണ്, വ്യത്യസ്ത കാലാവസ്ഥകളാണ്. എങ്ങനെയാണ് ഏറ്റവും ഇതിൽ 7 കൊടുമുടികൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കുമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്ന ഒരു അനുഭവം എവിടെയായിരിക്കും? ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇപ്പം 7 പോകേണ്ടതല്ല, ഒരുപാട് പർവ്വതങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. ഈ മനുഷ്യരാണ് സ്റ്റോറീസ് ഡിഫറെൻ്റ് ആക്കുന്നത്. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, പർവ്വതങ്ങൾ ഏകദേശം കാലാവസ്ഥയ്ക്ക് മാറുമെന്നുള്ളതല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. നമ്മൾ ഏത് ടീമിൻ്റെ കൂടെയാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത്. അന്റാർട്ടിക്കയിൽ വന്ന ഓരോ ആൾക്കാരെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് 100 കഥകൾ പറയാനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കൃത്യമായി അത് ട്രിഗർ ചെയ്താലേ എനിക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഓരോന്നും മനുഷ്യൻ്റെ കഥ ഭയങ്കര വ്യത്യസ്തമാണ്. ആൾക്കാർ സഹയാത്രികരാണ് സ്റ്റോറികൾ ഉണ്ടാക്കുന്നത്. നല്ല ആൾക്കാരുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലതെന്നല്ല, നമുക്ക് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരോടെ പോയി കഴിഞ്ഞാലേ കഥയുള്ളൂ. അപ്പോൾ അത് ഭാഗ്യം പോലെയാണ്. നമുക്കത് സെലക്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പല ആൾക്കാരും നമ്മൾ കാണാത്ത രീതിയിലുള്ള ചിന്തകളുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ആ ചിന്താഗതി ആയിരിക്കും ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ 100 കണക്കിന് എനിക്ക് അതൊരു ബുക്ക് എഴുതാൻ വേണ്ടി തന്നെ ഉണ്ട്. ഒരു 100 പേരുടെ സ്റ്റോറീസ് എഴുതാനുള്ളൊരു കഥകളുണ്ട്. കാരണം അത്രയ്ക്ക് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ മൗണ്ടൻ പോകുമ്പോഴേ ഒരു കാര്യമാണ്, മൗണ്ടൻ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന പോലെ അല്ല. നമ്മൾ ഈ 18 ദിവസം 20 ദിവസം ഇവരുടെ കൂടെ താമസിക്കുക. നമ്മൾ ഈ പറയുന്ന ലിവിങ് ടുഗദർ പോലെയാണ്. ഇവരുടെ മുഴുവൻ കാര്യങ്ങളും ആ സമയം മനസ്സിലാവും. ഇവരുടെ ടെൻഷൻ വരുന്നത് എപ്പോഴാണ്, ഇവർക്ക് സ്ട്രെസ്സ് വരുന്നത് എപ്പോഴാണ്, ഇവർ സന്തോഷം വരുന്നത് എങ്ങനെയാണ്, എങ്ങനെയുള്ള ആൾക്കാരാണ്, ഇവരുടെ ജീവിത രീതിയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് മിക്കവാറുമുള്ള ആൾക്കാരെല്ലാം തിക് ഫ്രണ്ട്സ് ആകുക ചെയ്യും തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഓരോരുത്തരെയും പറ്റി പെട്ടെന്ന് ഈ പറയുന്ന മെമ്മറി നമുക്ക് എല്ലാവരും കാണിച്ചു തരത്തില്ല. കൃത്യമായ രീതിയിൽ ഇന്ന അന്റാർട്ടിക്കയിലെ എബി എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു 100 കഥകൾ പറയാൻ കാണും. പുള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയൻ വംശജയാണ്, അമേരിക്കൻ സിറ്റിസണാണ്, അമേരിക്കയിൽ ഒരു ജോലിക്കാരിയാണ്. പുള്ളിക്കാരി ഭയങ്കര മാരത്തോൺ റണ്ണറാണ്. ലോകത്തിൽ തന്നെയുള്ള 120 മാരത്തോൺ ഓടിയിട്ടുള്ള 48 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയാണ്. മനസ്സിലാവണോ? 120 ലോകത്തിലുള്ള എല്ലാ മാരത്തോൺ, സഹാറ മാരത്തോൺ, അന്റാർട്ടിക് മാരത്തോൺ, ഞാൻ കേട്ടിട്ടില്ലാത്ത മാരത്തോൺ എല്ലാം ഓടിയിട്ടുണ്ട്. പിന്നാണ് ഇത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരിക്ക് മൗണ്ടനറിങ്ങിലേക്ക് കമ്പം വന്നത്. അങ്ങനെയാണ് അന്റാർട്ടിക്ക വെച്ച് ഞാൻ പുള്ളിക്കാരിയെ പരിചയപ്പെടുന്നത്. അത് ഭയങ്കര അങ്ങനത്തെ ഓരോ ആൾക്കാരും വ്യത്യസ്തമായി നമ്മളെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. കാരണം അവരിങ്ങനെ ചെയ്യുന്നല്ലോ, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. പിന്നെ ഒരു അമേരിക്കൻ ഡോക്ടറുണ്ട്. പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സ് വരെ അമേരിക്കയിൽ ഡോക്ടറായിരുന്നു. പുള്ളിക്കാരന് ജോലി മടുത്തു. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരൊക്കെ 50ാമത്തെ വയസ്സിലൊക്കെ ആകുമ്പോഴല്ലേ പൈസ കിട്ടി തുടങ്ങുന്നത്. 60 കോടീശ്വരൻ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ 90% പേരും വർക്ക് ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ആത്മാർത്ഥമായിട്ട് ഇത്. പുള്ളിക്കാരൻ 40 വയസ്സായി ഡോക്ടർ ജോലി മടുത്തു. പുള്ളിക്കാരൻ കാർപ്പൻറ്ററായിട്ട് അങ്ങ് പോയി. നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഭ്രാന്ത് ഇവരെന്ത് വട്ടാന്ന് പറയുന്നില്ല. അങ്ങനെയാണ് അതൊരു സുഹൃത്ത്. അപ്പോൾ എൻ്റെ ചിന്താഗതി പെട്ടെന്ന് ഇപ്പോൾ ഞാനൊരു ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഒരു ദിവസം സഡൻ സ്റ്റോപ്പ് ഇട്ടിട്ട് വേറൊന്നിന് പോകാൻ പറ്റണം. അങ്ങനെ നിരന്തരമായി ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അന്റാർട്ടിക്കയിൽ പോയപ്പോൾ ഉള്ളൊരു 70 വയസ്സ് റിച്ചാർഡ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം അന്റാർട്ടിക്ക ക്ലൈംബ് ചെയ്യാൻ വന്നത് വരുന്നതിന് 18 ദിവസത്തെ എക്സ്പെഡീഷനാണ്. നമ്മൾ 18 ദിവസം ഒരു സംവിധാനവും വന്ന് നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകത്തില്ല, അപകടം പറ്റിയാൽ. വരുന്നതിന് 6 മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം അങ്ങനെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സാധാരണഗതിയിൽ ഈ മൗണ്ടനറിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സീ ലെവലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളെക്കാൾ കൂടുതൽ യൂറോപ്യൻ നാടുകളിൽ നിന്നുള്ള സഞ്ചാരികൾ ധാരാളമായിട്ടുണ്ടാവും. സായിപ്പിൻ്റെ സാഹസികത ലോകപ്രശസ്തമാണ്. അപ്പം അത്തരം സഞ്ചാരികളും അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പാഠങ്ങൾ
നമുക്ക് കിട്ടിയ ഒന്നോ രണ്ടോ സംഭവങ്ങൾ പറയാൻ പറ്റും? സംഭവങ്ങളായിട്ടുള്ള ഒരുപാട് വിദേശ യൂറോപ്യൻസിനെ അമേരിക്കക്കാരെ എനിക്കറിയാം. എനിക്ക് നമ്മളുമായിട്ടുള്ള വ്യത്യാസം തോന്നിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ പ്രിപ്പയർഡും പ്ലാൻഡുമാണ്. അവരേത് എക്സ്പെഡീഷൻ വന്നു കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കും. അവരെന്നിട്ട് നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ കാര്യങ്ങളെന്ന്. അതവരിപ്പം എവറസ്റ്റ് എക്സ്പെഡീഷനാണ് വരുന്നെങ്കിൽ ഒരു വർഷം മുമ്പേ അവർ അതിലേക്ക് അങ്ങ് അടുക്കാൻ നോക്കും. ഈ എവറസ്റ്റിൽ കിട്ടുന്ന ഭക്ഷണം വീട്ടിലുണ്ടാക്കി കുക്ക് ചെയ്യും. ഹൈപ്പോക്സി ടെൻ്റ് എന്നൊക്കെ പറഞ്ഞ ടെൻ്റുണ്ട്, ഈ ഓക്സിജൻ കുറഞ്ഞ ടെൻറ്റുകൾ. അതിനകത്ത് വീട്ടിൽ വെച്ച് കിടന്നുറങ്ങും. എന്നിട്ട് അവർ ഏകദേശം മൗണ്ടനിൽ വരുമ്പോൾ എന്താ അവർ ഇതുമായിട്ട് അങ്ങ് അക്ലമറ്റൈസ്ഡ് ആവും. അപ്പോൾ അതൊന്നും നമ്മൾ അത്ര റിസർച്ച് ചെയ്യാറില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനറ്റിക്കലി നമ്മളെക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫിസിക്കലി സൈക്കോളജിക്കലി എനിക്കറിയത്തില്ല. ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്. പ്രത്യേകിച്ച് പോളണ്ടുകാരൊക്കെ അവർ നമ്മളെക്കാൾ അഡ്വഞ്ചറസ് ആണ്. അവരുടെ ബോഡി തന്നെ, കാരണം അവർ ഈ പറഞ്ഞ തണുപ്പ് പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അവർ ഭയങ്കരമായിട്ടും ജനറ്റിക്കലി നമ്മളെക്കാളും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ക്ഷീണം തോന്നിയാലും അവർക്ക് ക്ഷീണം തോന്നത്തില്ല. ഇവരുടെ ശരീരപ്രകൃതി മൂന്നാമത്തെ ഇവരുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഞാൻ ദനാലി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് സുബീർ ബക്ഷി ഞാനും കൂടെ ഇതുപോലെ വേറൊരു സ്ഥലത്ത് പെട്ടുപോയി. ആ സ്ഥലത്ത് സുബീർ ബക്ഷിയും ടെൻറ്റ് ക്യാമ്പ് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗൊക്കെ എടുത്തിട്ട് കാല് സ്ലീപ്പിംഗ് ബാഗിനകത്ത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കും. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് വെളുപ്പിക്കണം അടുത്ത ദിവസത്തേക്ക്. അപ്പോൾ ഈ രാത്രിയാകുമ്പോൾ തണുപ്പ് കൂടും. രാത്രി ഇല്ല, സോ കോൾഡ് രാത്രി ഇല്ല അവിടെ. പക്ഷേ നമ്മുടെ 24 hour ഉണ്ടല്ലോ, അതിനകത്ത് നമുക്കൊരു സോ കോൾഡ് രാത്രി സമയം എന്ന് പറയുന്ന സമയത്ത് സൂര്യൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഏതെങ്കിലും മലയുടെ പുറകിലോട്ട് പോകും. അടിയിലോട്ടല്ല, മലയുടെ പുറകിലോട്ട് പോകും. പുറകിൽ പോകുമ്പോൾ തണുപ്പ് കൂടും. ആ സമയത്ത് നമ്മൾ പുറത്താണ്, നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടും നമ്മൾ തണുക്കും. ടെൻറ്റിനകത്താണെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ചൂട് കൊണ്ട് അതിനകത്തൊരു ചൂടുണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ കാലിലെ വിരലുകളും കയ്യിലെ വിരലുകളും ഞാനിങ്ങനെ നമ്മൾ ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ അനക്കിക്കൊണ്ടേ ഇരിക്കണം എപ്പോഴും, രാത്രി ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും. ഇല്ലെങ്കിൽ ഇത് ഫ്രോസ്റ്റ് ബൈറ്റ് ആയിപ്പോവും എവറി ടൈം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫ്രോസ്റ്റ് ബൈറ്റ് വരുന്നത് കാലിലെ വിരലുകൾ, കയ്യിലെ വിരലുകൾ, ചെവി, മൂക്ക്, നമ്മളുടെ ഗുഹ്യ ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് മെയിനായിട്ടും ഫ്രോസ്റ്റ് ബൈറ്റ്. ഇത് മുറിച്ച് തരേണ്ട ഒരു അവസരം. അപ്പോൾ നമ്മളിങ്ങനെ അനക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ സുബീർ ബക്ഷി ഏതോ ഒരു സമയത്ത് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ തട്ടി ഉണർത്തിയപ്പോൾ പുള്ളിക്കാരൻ ഉറങ്ങുക ക്ഷീണിച്ചിട്ട്. അവസാനം പുള്ളിക്കാരൻ കയ്യിലൊക്കെ ചെറിയ രീതിയിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. ശരിക്കും പറഞ്ഞാൽ തണുപ്പ് കൊണ്ട് പൊള്ളുകയാണ്. തണുപ്പ് കൊണ്ട് പൊള്ളുകയാണ്. അതങ്ങനെ ആയി. അപ്പം ആ സമയത്ത് ആരും യാത്ര ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആയി. അപ്പം 3-4 പേര് മേളിൽ നിന്ന് ഇറങ്ങി വരിക. അമേരിക്കക്കാരാന്ന് തോന്നുന്നു. അവർ താഴേക്ക് പോകുന്നവരാ. ഒരാൾ വന്നിട്ട് ഇത് കണ്ടിട്ട് ഇദ്ദേഹം ഈ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഈ സുബീർ ബക്ഷിയുടെ സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഇദ്ദേഹം കയറി കിടക്കുക. അങ്ങനെയാണ് നമ്മൾ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എങ്ങനെ ചൂട് കൊടുക്കും? പുള്ളിക്കാരൻ്റെ ശരീരത്തിൻ്റെ ചൂട് ഇങ്ങേർക്ക് കിട്ടും. എന്നിട്ട് പുള്ളിക്കാരൻ്റെ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് നമുക്ക് പോലും പറ്റുന്നില്ല, നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെ പോകേണ്ടതാ. 2 മണിക്കൂർ സമയം കളഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഇദ്ദേഹത്തെ മൊത്തം ശരിയാക്കി താഴെ ആളെ ഹെൽപ്പിംഗ് മൈൻഡ് ഭയങ്കരമായിട്ട്. ഈ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് നമുക്ക് ചിലപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ പോട്ടെ 3-4 ഹെൽപ്പ് ചെയ്യാം. ഈ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ സ്വന്തം ജീവൻ അപകടത്തിലാക്കി ഇല്ലെങ്കിൽ 2 മണിക്കൂർ ലേറ്റ് ആവാന്ന് പറഞ്ഞാൽ ഇങ്ങേറെ ടീം അങ്ങ് പോകും. അങ്ങേർക്ക് എത്തണ്ടേ? ചിലപ്പോൾ അവിടെ വിമാനം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് വിദേശത്തെ ആൾക്കാർ. എനിക്ക് അവരവർക്കും ഭയങ്കരമായിട്ടുള്ള ബഹുമാനവും സന്തോഷവും. ഒട്ടേറെ പാഠങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് പഠിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേയേറെ സംസാരിക്കാനുണ്ട്. എന്നാൽ പോലും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൊന്നും തുടക്കകാലത്ത് ഇങ്ങനെ സജീവമായിരുന്നില്ല. പിന്നീട് കുറച്ച് റോ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു. ധാരാളം ഫോളോവേഴ്സൊക്കെ വന്നു. ഇപ്പം ഈ ധാരാളം ആളുകൾ ഇത്തരം മൗണ്ടനിയറിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയും അതുപോലെ തന്നെ കൊടുമുടി കയറുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ പുതുതലമുറയിൽപ്പെട്ട ആളുകൾക്ക് നമുക്ക് അവരോട് എന്താ നമുക്ക് പറയാനുള്ളത്? അവരുടെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് പൊതുവായിട്ട് യൂത്തിനോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഔട്ട്ഡോറിലേക്ക് വരിക. ഇപ്പോൾ ഇൻഡോറിനകത്തിരുന്ന് ഗെയിം കളിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. 15 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഗെയിമിൻ്റെ പുറകിലാണ്. പല മാതാപിതാക്കൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഇവനെ എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറക്കുമെന്ന്. പണ്ട് ഞങ്ങൾ കളിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ കണ്ടത്തിലൊക്കെ പോയി കളിക്കുന്ന സമയത്ത് കണ്ടത്തിൽ ഇവരെ വിടത്തില്ല വീട്ടിൽ നിന്ന്. നമ്മൾ കൂട്ടുകാരെ വീട്ടിൻ്റെ പുറത്ത് പോയിട്ട് അമ്മ അറിയാതെ ഇവനെ അപ്രോച്ച് ചെയ്തിട്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇപ്പോഴത്തെ അമ്മമാർ പറയും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ഞാൻ പറയും യു കം ടു ഔട്ട്ഡോർ. ശരിക്കും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ്. അതിനകത്ത് ഈ പറയുന്ന പർവ്വതാരോഹണം അല്ലെങ്കിൽ ട്രക്കിങ്, ഹൈക്കിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ ആക്ടിവിറ്റി, ഇതൊരു അഡിക്ഷനും കൂടെ ഇതിനകത്തുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാൻ തോന്നും. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരിക. മൗണ്ടനറിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയിനായിട്ടും മൗണ്ടനറിങ് കോഴ്സുകളുണ്ട് ഇന്ത്യയിൽ. 4-5 പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഉത്തരകാശി, ഡാർജിലിംഗ്, ദിറാങ്, ജിം, കശ്മീർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ബേസിക് മൗണ്ടനറിങ് കോഴ്സ് എന്ന് പറഞ്ഞ കോഴ്സാണ് എൻട്രി കോഴ്സ്.
ശരിക്കും അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി ആ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ കീഴിലാണ് ഈ കോളേജ് ഉള്ളത്. കോളേജുകളെല്ലാം ഉള്ളത്. ഓക്കെ. ചിലപ്പം പട്ടാളത്തിലെ ആർമിയിലെ ആ ഒരു ബ്രിഗേഡിയർ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ, ചിലപ്പോൾ എയർഫോഴ്സിലെ ഒരാളായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പൾ. അങ്ങനെയാണ് ആ ഒരു ഇതിൻ്റെ അതിനകത്ത് വർക്ക് ചെയ്യുന്നവർ കൂടുതലും ആംഡ് ഫോഴ്സിൽ ഉള്ളവരാണ്. നിങ്ങൾ ശരിക്കും ഒരു പട്ടാള ക്യാമ്പിലാണ് പോയി പെടുന്നത്. നമ്മൾ പോകുമ്പോൾ ആ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് ചേഞ്ച് മനസ്സിലാവും. നെക്സ്റ്റ് ദിവസം തന്നെ രാവിലെ നിങ്ങൾ 5 മണിക്കോ 4 മണിക്കോ ഉണർത്തും. എന്നിട്ട് നിങ്ങളെ ഓടിക്കും. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഭക്ഷണം തരും. എന്നിട്ട് വീണ്ടും ക്ലാസ്, വീണ്ടും തിയറി, പ്രാക്ടിക്കൽ, അങ്ങനെ നിങ്ങളെ വൈകിട്ട് വരെ കൊണ്ടുപോകും. ആദ്യത്തെ 4-5 ദിവസം അല്ലെങ്കിൽ 6-7 ദിവസം റോക്ക് ക്രാഫ്റ്റാണ് പഠിപ്പിക്കുന്നത്. റോക്കിലുള്ള ക്ലൈംബിങ്ങും അതൊക്കെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം സ്നോയും ഐസും ചെയ്യിക്കാൻ വേണ്ടി ഇവർ ഗ്ലേഷ്യറിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മുഴുവൻ ടീം, നമ്മൾ പിള്ളേരും ഇൻസ്ട്രക്ടേഴ്സും എല്ലാവരും കൂടെ, ചിലപ്പോൾ വൈസ് പ്രിൻസിപ്പളും ആർമി ഡോക്ടറും എല്ലാം കൂടെ ചേർന്നുള്ള ടീം മൗണ്ടനിലേക്ക് പോവുക. അവരവിടെ കുക്ക് ചെയ്യുന്നു, ആടിനെ കൊണ്ടുവരുന്നു, ആടിനെ കൊണ്ടുവന്ന് അവനെ കട്ട് ചെയ്ത് നമുക്ക് ആട്ടിറച്ചി തരുന്നു. ഭയങ്കര രസമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ടല്ലോ. ഒന്ന്, നമുക്കൊരു 10-200 ഫ്രണ്ട്സിനെ ഇന്ത്യയിൽ നിന്ന് കിട്ടും. 2, ഈ പട്ടാള ക്യാമ്പിലുള്ള പട്ടാള ട്രെയിനിങ്, അത് നമുക്ക് സിവിലിയൻസിന് കിട്ടുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭാഗ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം വരും. കാരണം അവർ നമ്മളെ മാക്സിമം ടോർച്ചർ ചെയ്യും. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ. ഈ കോഴ്സ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിലാണ് ഇന്ത്യക്കാർക്ക് കിട്ടുന്നത്. ഏകദേശം 30,000 രൂപയ്ക്ക് ഈ ഒരു മാസത്തെ ഭക്ഷണം, താമസം, എക്യുപ്മെൻറ്റ്സ്, എവറിത്തിങ് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരികയാണ്. നിങ്ങളൊന്ന് പോയി പഠിച്ചേച്ചാൽ മതി. അപ്പം പക്ഷേ വിദേശി പറഞ്ഞാൽ അവർക്ക് ചിലപ്പം 1 ലക്ഷം 1.5 ലക്ഷം രൂപ വിദേശീയർക്ക് അവിടെ വന്ന് പഠിക്കാം. നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിലാണ് തരുന്നത്. ഈ കോഴ്സ് ആദ്യം പഠിക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അഡ്വാൻസ്ഡ് മൗണ്ടനിയറിംഗ് കോഴ്സിൽ പഠിക്കുക. അത് 1 മാസമേ ഉള്ളൂ. കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിക്കും. അതിനുശേഷം അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഒരു 4,000 മീറ്റർ 5,000 മീറ്റർ ഒക്കെ ഇന്ത്യയിൽ കയറി. അത് കാരണം 15,000 രൂപയൊക്കെ മതി ചിലപ്പോൾ മാക്സിമം. ചിലപ്പോൾ ഡെറാഡൂണിലൊക്കെ പോയി കഴിഞ്ഞാൽ കയറാം. അങ്ങനെ പതുക്കെ നിങ്ങൾ മൗണ്ടനിയറിംഗിലേക്ക് വരികയെന്ന് ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതിലൊരു വലിയ മുന്നൊരുക്കം ആവശ്യമുണ്ട്. എടുത്തു ചാടിയിട്ട് ആരും മല കയറാൻ പോകരുത് എന്നുള്ളതാണ്. അതെ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ടനിൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്. നമ്മൾ ലൈഫ് റിസ്ക് ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പോയിട്ട് ഞാനൊരുപാട് ലൈഫ് റിസ്ക് ചെയ്ത ഒരാളാണ്. അപ്പം ഈ അമേരിക്കൻ ഗൈഡുകളാണ് എനിക്ക് കൂടുതലായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. കാരണം അവർ വളരെ സ്റ്റബോണാണ്. നമ്മൾ കാശ് കൊടുത്താണ് ഇവരെ മേടിക്കുന്നതെങ്കിലും വരുത്തുന്നതെങ്കിലും ഇവർ പറയുന്നത് നമ്മൾ കേട്ടില്ല, ഇവന്മാരെ നമ്മൾ ഔട്ടാക്കും. അവരുടെ പ്രത്യേകത. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ഞാൻ അന്റാർട്ടിക്കയിൽ പോയി മേളിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കയ്യിലെല്ലാം ഫ്രോസ്റ്റ് ബൈറ്റ് ആയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പം ഗൈഡ് പിടിച്ചവർ പറഞ്ഞു, യു ആർ നോട്ട് എ ഗുഡ് ക്ലൈംബർ ബിക്കോസ് successful climbing is that you go climb and come without any problems, without any disease, without any problem in your hands, eyes, everything. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ തിരിച്ചു വന്നാലേ ഒരു സക്സസ്ഫുൾ ക്ലൈംബർ ആവത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ശരിയാണ്. ഞാൻ എൻ്റെ ബോഡി ശ്രദ്ധിച്ചില്ല, ഞാൻ നല്ല ക്ലൈംബർ അല്ലെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെ നമ്മൾ ഈ മൗണ്ടനിൽ പോകുമ്പം എല്ലാം നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പലതും അബ്രപ്റ്റായിട്ട് സംഭവിക്കാം. ചിലപ്പോൾ അവലാഞ്ച് വന്ന് നമ്മൾ കുഴിയിൽ വീഴാം, അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാം. പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്കൊരു തലവേദന ഇന്നതാണ്, അല്ലെങ്കിൽ ഒരു ക്രിവാസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ കയറി വരണം, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇന്നതാണ്, അത് ആ സമയത്ത് യൂസ് ചെയ്യണം. ഇതൊക്കെ ആര് പറഞ്ഞു തരും? ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ ഒരു മൗണ്ടൻ കയറി 4,000 കയറി, ഓക്കെ 5,000 കയറി, 6,000 കയറി, 7,000 കയറി, അപ്പോഴൊന്നും ഈ എക്സ്പീരിയൻസ് ചിലപ്പോൾ അവന് കിട്ടത്തില്ല. അവനൊരു അപകടത്തിൽ പെടുന്നില്ല. 8,000 കയറുമ്പോഴേക്കും അവൻ അപകടത്തിൽപ്പെടുന്നത് തീർന്നു. ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പേഷ്യൻസ് ആണ്. അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ സമയം നമ്മുടെ ഹാർട്ട് ബീറ്റ് അടിച്ച് നമ്മൾ ചാകാൻ പോകും നമ്മൾ വിചാരിക്കും. കാരണം അതേപോലുള്ള അവസ്ഥയിൽ ആരും കാണത്തില്ല. നമുക്ക് ഈ കുഴിയിലൊക്കെ വീണ് അങ്ങ് പേടിയാവും. അഗാധമായ ഗർത്തങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻ്റായിട്ട് ഇരുന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് കാണും, ചിലപ്പോൾ ഡിസ്ട്രസ് മെസ്സേജ് കൊടുക്കാൻ. ഒരു എക്യുപ്മെൻറ്റും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി ആദ്യം ഹീറ്റാക്കി വെക്കണം. അത് വീഴുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ നമ്മൾ തണുക്കും. നമ്മുടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് മുറിയും, എന്തെങ്കിലും സംഭവിക്കും. മാക്സിമം ഹീറ്റാക്കാൻ വെച്ച് ശ്രമിച്ചിട്ട് പതുക്കെ നമ്മൾ അതിലേക്ക് പുറത്ത് വരുമോ, പോകുന്ന ആൾക്കാരെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുമോ, അങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആ പേഷ്യൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകണം. നമ്മളെ ഇവന്മാർ പിഴിഞ്ഞ് എടുക്കും. 28ാം ദിവസം പുറത്ത് വരുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തോന്ന് വെറൊരു കോഴ്സാണെങ്കിൽ നമ്മളെ പരുവപ്പെടുത്തിയെടുക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത്രയേറെ കൊടുമുടികൾ താണ്ടി ഉയരങ്ങൾ കീഴടക്കാനുള്ള പരമാവധി സ്വപ്നങ്ങളിലേക്ക് എത്തി എന്ന് പറയാം. ഇനി ഹസൻ ഖാൻ്റെ അടുത്ത ഒരു എക്സ്പെഡിഷൻ അല്ലെങ്കിൽ അടുത്തൊരു ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യങ്ങൾ വേണം. ഇല്ലെങ്കിൽ നമ്മളില്ലാതെ, നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളുള്ളിടത്തോളം കാലം നമുക്ക് ലക്ഷ്യങ്ങൾ വേണം. അങ്ങനെയുള്ള 2-3 ലക്ഷ്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ എൻ്റെ മെയിനായിട്ടുള്ള പ്രൊജക്റ്റിന് വേൾഡ് പീസ് പ്രൊജക്റ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലൈംബ് ചെയ്യുന്നതൊക്കെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ സ്കൂളുകളൊക്കെ സന്ദർശിക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ ഫസ്റ്റ് ആയിട്ടുള്ള വിറ്റ്നസ് മൗണ്ടനേഴ്സാണ്. നമുക്ക് പോകുമ്പോൾ ഡയറക്റ്റായിട്ട് മഞ്ഞുരുകുന്നതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ്ങിൽ നമുക്ക് ഈ ഐസ് ക്ലൈമ്പിങ്ങിന് കൊണ്ടുപോകുന്ന സ്ഥലത്തെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് 10 മിനിറ്റ് പോയാൽ മതിയായിരുന്നു ഗ്ലേഷ്യറിലേക്ക്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവിടെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പം 20 വർഷം മുമ്പ് ഇപ്പോൾ ആണെങ്കിൽ 3 മണിക്കൂർ നടക്കണം ഈ സെയിം ക്യാമ്പിൽ നിന്ന് ഈ ഗ്ലേഷ്യറിലെത്താൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്ലേഷ്യർ ഇത്ര റിസീഡ് ചെയ്തു 20 ഇയേഴ്സിൽ 3 മണിക്കൂർ, ഏകദേശം 5-6 കിലോമീറ്റർ ഗ്ലേഷ്യർ പുറകിലേക്ക് പോയി. ഈ ഗ്ലേഷ്യറുകൾ തന്നെ പതിറ്റാണ്ടുകളായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണല്ലോ. അങ്ങനെ നിൽക്കണം. ഇനി കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത് റിസീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇൻറ്റൻസിറ്റിയും സ്പീഡും വളരെ കൂടിക്കൊണ്ടിരിക്കുക. ഇതൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നദികൾ ഉണ്ടാകത്തില്ല. നദികളെല്ലാം ഗ്ലേഷ്യറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഫസ്റ്റ് വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കേരളത്തിൽ അന്റാർട്ടിക് അംബാസിഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റുണ്ട്. അപ്പോൾ അന്റാർട്ടിക്കയിൽ പോയതുകൊണ്ടും നമ്മൾ ഈ പറയുന്ന പോലെ ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടും കേരളത്തിൽ ഒരൊറ്റ അന്റാർട്ടിക് അംബാസിഡറേ ഉള്ളൂ, അത് ഞാനാണ്. അപ്പം അത് ഭയങ്കര അഭിമാനകരമായിട്ട് അപ്പോൾ അന്റാർട്ടിക്കയിലെ കാര്യങ്ങൾ പറയാം, അവിടുത്തെ എങ്ങനെയാണ് അത് പ്രിസർവ് ചെയ്യേണ്ടത്, അന്റാർട്ടിക്ക സംരക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്. അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും വെള്ളം കയറി നഗരം മുഴുവൻ നശിക്കും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത്രയ്ക്ക് ഐസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഒരു പോയിന്റ് വരെ പതുക്കെ ഇത് ഇങ്ങനെ നമ്മുടെ ശരീരം അങ്ങനെയാണല്ലോ. ഒരു പോയിന്റ് വരെ അസുഖമൊക്കെ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഒരു പോയിന്റ് ചിലപ്പോൾ നമ്മൾ ചത്ത് വീഴും. അതിനാണ് ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് എത്താതെ നമ്മൾ നോക്കണം. അപ്പോൾ ഈ അന്റാർട്ടിക്ക ഐസ് ഉരുകിക്കൊണ്ടേയിരിക്കും. ടിപ്പിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഐസ് എല്ലാം പെട്ടെന്ന് ഉരുകി കഴിഞ്ഞ് പെട്ടെന്ന് വെള്ളം റൈസ് ചെയ്ത് ഈ ലോകത്തിലെ മിക്കവാറുള്ള സിറ്റികളൊക്കെ കടലിൻ്റെ സൈഡായിട്ട് സിറ്റികളൊക്കെ നശിക്കും. അപ്പോൾ അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റി നമുക്ക് തന്നെ ചെറിയ രീതിയിൽ ഓരോ മനുഷ്യന്മാർക്കും ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കുക, കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ട് ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പിന്നെ ലോക സമാധാനത്തിൻ്റെ വേൾഡ് പീസ് ആൾക്കാരിലെത്തിക്കുക. സമാധാനം എങ്ങനെ നിങ്ങൾ സ്വന്തം സുഹൃത്തുക്കളുമായിട്ടും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമാധാനം അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് പീസ് പ്രൊജക്റ്റ് എന്നാണ് ഈ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത ലോകത്തിലെ 195 രാജ്യങ്ങളിലുമുള്ള ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ളതാണ്. 195 കൺട്രീസ് ഉണ്ട് ലോകത്തിൽ. ഇതാരും ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും ഈ ജുങ്കോ ടാബെ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയുണ്ട്, ആദ്യമായിട്ട് എവറസ്റ്റ് കയറിയ ലേഡിയാണ്. അവർ 77ാമത്തെ വയസ്സിലങ്ങോട്ട് മരിക്കുന്നത്. അവർ ആ സമയം 77 രാജ്യങ്ങളിലെ ഹൈസ്റ്റ് പീക്ക് ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ശ്രമം, ഇതെൻ്റെ മരണം വരെയുള്ളൊരു ശ്രമമാണെന്ന് എനിക്കറിയാം. പക്ഷേ 5 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. നല്ല ഫണ്ടിങ് ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 2 കോടി രൂപ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ അതിലും കൂടുതലാവും. പക്ഷേ അതുപോലെ സംവിധാനം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾ വരണം. ആൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ആൾ വന്നില്ലെങ്കിലോ, നമുക്ക് ആൾക്കാരെ കൈയും കാലം പിടിക്കുന്നതിന് ഒരു പരിധിയില്ലേ. നമ്മൾ വിചാരിക്കും നമ്മളെ സ്പോൺസർ ചെയ്യുമെന്ന് വിചാരിക്കുന്നവർ നമ്മളെ ചെയ്യത്തില്ല. ചിലപ്പോൾ വളരെ സാധാരണക്കാരുടെ ആൾക്കാരായിരിക്കും നമുക്കൊരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്ത് തരുന്നത്. പൈസ നമ്മൾ ആൾക്കാരോട് ചോദിക്കാറില്ല. നിങ്ങൾ എനിക്കൊരു കോൺടാക്റ്റ് തരും, ഞാൻ പിടിച്ച് കയറിക്കോളാം, കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സർവൈവൽ ടെക്നിക്സ് ഉണ്ട്. ഞാൻ ഒരു സർവൈവൽ എക്സ്പേർട്ടും കൂടെ. നമുക്കൊരു 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ ജീവിക്കാൻ പറ്റും. പിന്നെ കാട്ടിനകത്ത് കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് നമ്മളിപ്പം കാട്ടിനകത്തൂടെ പോവുക, വെള്ളമില്ല, നമ്മളെങ്ങനെ സർവൈവ് ചെയ്യും? നമുക്ക് കാട്ടാനയുടെ പിണ്ടം പിഴിഞ്ഞ് നമുക്ക് കുടിക്കാം, അത് നമ്മുടെ ജീവൻ നിലനിർത്തും. അതൊരു കാട്ടാനയുടെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ വയറിൽ ബാക്ടീരിയ കുറവാണ്. ഫ്രഷ് പിണ്ടമാണെങ്കിൽ നമുക്കത് കുടിച്ചിരിക്കാമെന്നല്ല, നമുക്ക് സർവൈവ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇതുപോലുള്ള ടെറൈനിലാണ് പോകുന്നത്. അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട്. മീൻസ് സർവൈവൽ നമ്മൾ മരിക്കാൻ പോവുക, അപ്പോൾ നമുക്ക് എന്ത് കഴിച്ച് സബ്സ്റ്റൈൻ ചെയ്യാം. അത് ഞാൻ അതിനുവേണ്ടി തീരുമാനം എടുത്ത ഒരാളാണ്. കാരണം ഈ പറയുന്ന ആൾക്കാരോട് ഒരുപാട് പേരോട് എനിക്ക് ചോദിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, എനിക്ക് പൈസ തരും, ഞാൻ കയറാണ്. അവസാനം എനിക്കിത് ചെയ്തേ പറ്റൂ. ആൾക്കാർ ഹെൽപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ എന്തെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് പല മലകളും ഇരിക്കുന്നത് കൊടുങ്കാടിനകത്താണ്, മരുഭൂമിയുടെ അങ്ങ് അറ്റത്തൊക്കെയാണ്. അപ്പോൾ ചാടിലൊക്കെ ഇരിക്കുന്ന പർവ്വതം, ചാടിൻ്റെ തലസ്ഥാനത്തു നിന്ന് എനിക്ക് 7 ദിവസം ഈ 4x4 പോയിട്ട് അവിടുന്ന് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോകണം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ഞാൻ അതിൻ്റെ ഒരു മൊത്തം ചിത്രം റെഡിയായി കഴിഞ്ഞു. സ്പോൺസർമാരെ അന്വേഷിക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളെയാണ് ഞാൻ സ്പോൺസർഷിപ്പ്, UAE, സൗദി, അവരെയൊക്കെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ടൂറിസ്റ്റിന് വേണ്ടി ചെയ്തു കൊടുക്കാം.
അപ്പോൾ അവർക്കും താല്പര്യമുള്ളവർ നമ്മളെ തിരിച്ച് ബന്ധപ്പെടുന്നുണ്ട്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ മെയിൻ പ്രൊജക്റ്റ്. അതിൻ്റെ സൈഡ് പ്രൊജക്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സഹാറ മരുഭൂമി ക്രോസ് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈൽ ടു അറ്റ്ലാന്റിക് എന്ന പേരിട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈജിപ്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സുഡാൻ, ചാഡ്, നൈഗർ, മൗറിത്താനിയ, അങ്ങനെ ആ ഒരു സഹേൽ റീജിയൻ എന്നാണ് പറയുന്നത്. അവിടെയാണ് മരുഭൂമി, സഹാറ മരുഭൂമിയുടെ റിയലായിട്ടുള്ള സ്ഥലം കാണണമെങ്കിൽ നമുക്ക് അവിടെ പോകണം. അപ്പോൾ ആ ഏരിയ ഒരു 60 ഡേയ്സ് കൊണ്ട് ക്രോസ് ചെയ്യാൻ അവിടുത്തെ മെഡിക്കൽ അല്ലെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ എങ്ങനെയാണ് പഠിക്കുന്നത്, അവിടെ പഠിക്കുന്നുണ്ടോ, നമുക്കൊന്നും അറിയത്തില്ലല്ലോ, അതൊന്ന് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ആമസോൺ നദിയുടെ ഉത്ഭവം മുതൽ ആമസോൺ നദിയുടെ അവസാനം വരെയുള്ളൊരു യാത്രയുണ്ട്. അത് സൗത്ത് അമേരിക്കയിലാണ്. ധാരാളം ലക്ഷ്യങ്ങൾ മുന്നിലുണ്ട്. ഞാൻ പറയാം, ഈ ലക്ഷ്യങ്ങളാണ് ശരിക്കും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് സാധിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല, നമുക്ക് സാധിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. അപ്പോഴേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതെല്ലാം ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നത് ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന പർവ്വതാരോഹകനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമല്ല എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ ഒരു സഞ്ചാരി എന്ന നിലയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ അടക്കമുണ്ട്. പക്ഷേ ഒരു കംഫർട്ട്നെസ് ആണ് എല്ലാവരും നോക്കുക, എല്ലാ കാര്യങ്ങളിലും ഉള്ള ഒരു സൗകര്യങ്ങൾ. ഈ യാത്രക്കിടെ പർവ്വതാരോഹണത്തിനിടെ പലതവണ മരണം മുന്നിൽ കണ്ടിട്ടും പിന്നെയും താണ്ടാൻ ഉയരങ്ങളുണ്ട്, കൊടുമുടികൾ ബാക്കിയുണ്ട് എന്ന് കണ്ട് 7 ഭൂഖണ്ഡങ്ങളിലെ 7 കൊടുമുടികൾ താണ്ടിയ ഷെയ്ഖ് ഹസൻ ഖാൻ പുതിയ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് ആവശ്യമുള്ളത്. അത്തരം ഏതെങ്കിലും കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമായ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.